AI പ്രധാനമായും 2 തരത്തിലുണ്ട്. നാരോ എഐയും ജനറൽ എഐയും. ആദ്യം നമുക്ക് നാരോ എഐ പരിചയപ്പെടാം. നാരോ എഐ വീക്ക് എഐ എന്നും അറിയപ്പെടുന്നു. നിർദ്ദിഷ്ട ജോലികൾ ചെയ്യുവാൻ വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളവയാണ് നാരോ എഐകൾ. ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, ഫേഷ്യൽ റെക്കഗ്നിഷൻ, ചാറ്റ് ബോട്ടുകൾ തുടങ്ങിയ ആപ്ലിക്കേഷനുകളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത് ഈ നാരോ എഐ ആണ്. മറുവശത്ത് ജനറൽ എഐ എന്ന രണ്ടാമത്തെ വിഭാഗം സ്ട്രോങ് എഐ എന്നും വിളിക്കപ്പെടുന്നു. മനുഷ്യനോളം തന്നെ ചിന്തിക്കുവാനും പഠിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുമൊക്കെ കഴിവുള്ള യന്ത്രങ്ങളെയാണ് ജനറൽ എഐ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം അതിൻ്റെ പൂർണ്ണതയിൽ നിർമ്മിക്കുന്നതിന് ഇതുവരെ സാധ്യമായിട്ടില്ല. യഥാർത്ഥ മനുഷ്യനെപ്പോലെ ബുദ്ധിയുള്ളതും എല്ലാത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുമായ എഐ സംവിധാനങ്ങളും യന്ത്രങ്ങളും വികസിപ്പിക്കുവാൻ ഗവേഷകർ ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്ന വിർച്വൽ അസിസ്റ്റൻറ്റുകൾ, റെക്കമെൻഡേഷൻ സിസ്റ്റംസ്, ജനറേറ്റീവ് എഐ തുടങ്ങിയവയൊക്കെ കൂടാതെ പുതിയ മേഖലകളിലേക്ക് എഐ കടന്നു വരികയാണ്. ഡ്രൈവർലെസ് വാഹനങ്ങൾ, ഓരോ വ്യക്തിയുടെയും സൂക്ഷ്മമായ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വ്യക്തി അധിഷ്ഠിത ചികിത്സാ സംവിധാനങ്ങൾ, എഐ അധിഷ്ഠിത ഡ്രോണുകളുടെ സഹായത്തോടു കൂടിയുള്ള ഡെലിവറി സംവിധാനങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള നിർമ്മിത ബുദ്ധി സംവിധാനങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിലാണെങ്കിൽ കൂടി പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ജനറൽ എഐ നിർമ്മിക്കുന്നതിലേക്കാണ് ഇപ്പോൾ പ്രധാനമായും ശാസ്ത്രജ്ഞരുടെ ശ്രമം. മനുഷ്യരെ പോലെയോ അതിനപ്പുറമോ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിവുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതോടുകൂടി മനുഷ്യരാശി ഒരു പുതുയുഗത്തിലേക്ക് കടക്കുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. എഐ കഴിഞ്ഞ 75 വർഷങ്ങൾ കൊണ്ട് വൻതോതിൽ പുരോഗമിച്ചിട്ടുണ്ട്. റൂൾ ബേസ്ഡ് സിസ്റ്റങ്ങളിൽ നിന്നും മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് തുടങ്ങിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരെ. എഐ ഇന്ന് ദൈനംദിന ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. എഐ ഉപയോഗിക്കുമ്പോഴും അവ വികസിപ്പിക്കുമ്പോഴും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കാൻ ഏവരും ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടത് ഇന്നിൻ്റെ വളരെ വലിയ ഒരാവശ്യമാണ്.